പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൺസൂൺ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല മഴ കിട്ടിത്തുടങ്ങി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് നമ്മളെ പഴയ ഒരു വീടാണ്, ടെറസ് വീടാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, അത് നല്ല ചോർച്ചയുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒറ്റത്തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല, മൊത്തം അകത്ത് വീഴുന്നു. അതുകൊണ്ട് നമ്മൾ വീടിന് റൂഫ് വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പണി ഇന്നലെ തുടങ്ങി. അപ്പോൾ എന്തായാലും ചെയ്യുന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇത് ഭാവിയിൽ നമുക്കും നമ്മളെ പഴയ വീട് ഒന്നുകൂടെ ഒന്ന് കാണാൻ വേണ്ടി ഉപകരിക്കുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം വീടിന് തന്നെ ഇപ്പോൾ ഒരു 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അപ്പോൾ ചോർച്ച തുടങ്ങി. അപ്പോൾ എന്തായാലും ഇത് ചെയ്താലേ പറ്റത്തുള്ളൂ. എന്തായാലും ഒരു നല്ലൊരു എമൗണ്ട് വരും. എന്തായാലും തൽക്കാലത്തേക്ക് വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ റൂഫ് വർക്ക് ചെയ്യുന്നു. അവ താനം എടുത്തോണ്ട് വന്ന് 2 തൂണും വെച്ച് ഒരു മൂലൊക്കെ ഇറക്കട്ടെ. അവൻ മൂക്കിനാടെ കെട്ടി വരും. ഇന്നത്തെ പണി തീർത്ത് മഴ പെയ്യുന്നുണ്ടല്ലേ, അന്തരീക്ഷം കാണിച്ചു പറഞ്ഞേ. നമ്മളങ്ങ് വൈറലാക്കല്ലോ അന്തരീക്ഷല്ലോ. നോക്കി ഇറങ്ങിപ്പോ. ഗൈസ് ഇങ്ങനെയാണ് ഗൈസ് ഇറങ്ങി പോകുന്നത്. പണിക്കാരിറങ്ങി പോകുന്നത് ഇങ്ങനെയാണ് ഗൈസ്. നാളെ ഇവിടെ സ്റ്റെപ്പ് നമ്മൾ പണി ചെയ്യും. വിഷ്ണു ഇരിക്കടാ, ഇരിക്കവിടെ. വിഷ്ണു ഇറങ്ങിപ്പോയ രീതി എന്താ? ഇത് ഉപ്പും മാങ്ങയും കൂടെ തിന്നതാ, മുളക് പൊടി മാത്രമേ ഉള്ളത്. അത് ഞാൻ പറക്കി കൊണ്ടുവരാം. കൊണ്ടുവരാടേ, അത് ഞാൻ പറക്കി കൊണ്ടുവന്നോളാം. നോക്കി ഇറങ്ങിപ്പോ. നാളെ തൊലിയില്ല എന്നും പറഞ്ഞ് പണിക്ക് വരാതിരിക്കരുത്. നമുക്ക് മുകളിലോട്ട്, ടെറസിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടി സ്റ്റെയറൊന്നും ഇല്ലായിരുന്നു. ഇതായിരുന്നു ഉള്ളത്. കുറേ വർഷമായി, 10-25 വർഷമായി വീടാണ്. പിന്നെ മെയിൻ്റെനൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വീട് ഏത് നിമിഷവും പല ഭാഗങ്ങളിൽ നിന്നും നിലംപൊത്താവുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ അകത്ത് ഫുള്ള് വെള്ളം ഇറങ്ങും. അപ്പോഴത്തേക്ക് ഇപ്പോൾ എന്തായാലും റൂഫ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് 2 ഇഞ്ചിൻ്റെ 4 GI പൈപ്പ് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബാക്കി 1.5 ഇഞ്ചിൻ്റെ അകത്തൊക്കെയാണ് GI പൈപ്പ് ഇട്ട് ചെയ്തേക്കുന്നത്. അപ്പം മുകളിൽ ഒരുപാട് വെയിറ്റ് കയറാതെ താഴ്ന്ന് തന്നെ നിർത്തിക്കൊണ്ട്
അങ്ങനെയാണ് ആ രീതിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ പരിപാടി വർക്കാണിത്. ഇവിടെയാണ് നമ്മളിനി നാളെ സ്റ്റെപ്പ് ചെയ്യണം. ഇത് നാളെ എടുത്ത് കളയും. ഇവിടെ സ്റ്റെപ്പ് ചെയ്യണം. സ്റ്റെപ്പിൻ്റെ പരിപാടി പകുതി ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി നാളെ. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞ് ജോലിക്കാരൊക്കെ പോയി. ജോലിക്കാരല്ല, നമ്മളെ കൂട്ടുകാർ തന്നെയാണ് പണി ചെയ്യുന്നത്. നല്ല വർക്കാണ്. അതുപോലെ നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സാധനം എടുത്തത് ഇത് അപ്പോളോ കമ്പനിയുടെ GI ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോ 103 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് കുറച്ച് ബാക്കി വരുമോ എന്നറിയില്ല. ബാക്കി വരുവാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. വേറെ കുറച്ച് പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് ഇതിൻ്റെ ബാലൻസായിട്ട് ഒരു ചെറിയൊരു കാർ പൊടിച്ച് പോലെ സെറ്റാക്കണം. അത് കുറച്ച് 2 സീറ്റും കൂടെ വെച്ചടിച്ചാൽ മതി. അതെല്ലാം അവർ സെറ്റാക്കും. ഇത് പിന്നെ നമ്മളെ മഴമറ ഇത് മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു, എല്ലാം പോയി കിടന്ന് പിന്നെ ഇതെല്ലാം റെഡിയാക്കി എടുത്ത് ചുറ്റും ഗ്രീൻ നെറ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തേക്കുക. ഇതാണ് നമ്മളെ മഴമറ. ഇവിടെ നമ്മൾ ചീര കൃഷി ചെയ്ത് ഇട്ടേക്കുക. ഇതുവരെയും കിളിച്ചില്ല. കിളിച്ചാമ്മ പൊടിച്ചു വരുന്നാ? ഇത് കാണുന്നില്ലല്ലേ. ഉറുമ്പുണ്ട് കേട്ടാ. ഇല്ല കുഴപ്പമില്ല. പൊടിച്ച് തുടങ്ങി. ചീര പൊടിച്ചു തുടങ്ങി. അത് ചൂടടിച്ചിട്ടാ. ഇനിയിപ്പോൾ അവിടെ നമുക്ക് തക്കാളി ഇടണം. തക്കാളി എല്ലാം കണ്ട് ഇതിൽ പാകി വെച്ചേക്കാം. കുക്കുംബറുണ്ട്, തക്കാളിയുണ്ട്. കുക്കുംബർ നല്ല കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. തക്കാളി ഒന്നും കിളിച്ച് തുടങ്ങിയിട്ടില്ല. എന്താ തക്കാളി കിളിക്കാത്തേ? 1 2 3 4 ദിവസമായില്ലേ? എവിടെ കിളിക്കുന്നത്? ഓക്കെ ഒരെണ്ണം പൊടിച്ചു തുടങ്ങി. അതിനെ കിളിച്ചോളും, ഇനി കുഴപ്പമില്ല. ഞാൻ തടണ്ടേ ഇത് ഇനി മറ്റേ മറ്റേ ഇത് ഇടണ്ട, വേപ്പം പുണ്ണൊക്കെ ഉണ്ട്. മറ്റേത് വാരി ഇടാം. നമ്മൾ ബയോഗ്യാസിൽ നിന്ന് വാരി വളം ഉണ്ടല്ലോ, അതിട്ടിട്ട് വെള്ളം ഒഴിച്ച് കോഴിവെള്ളം ഇട്ട് കോഴിവെള്ളം എന്തോ ലവണം കൊണ്ടുപോയി ഇട്ട്. അതുകൊണ്ട് ഇത് ഇത്രയും കൂടെ ഉണ്ടല്ലോ. അല്ല, ട്രേ കൊണ്ടുവന്നു, വേറെ പുതിയ ട്രേ കൊണ്ടുവന്നല്ലേ. അതിവിടെ ചകിരിച്ചോറ് കണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇതാക്കി വെച്ചേക്കുന്നത്, അത് റെഡി ആക്കണം. ബാക്കിയും കൂടെ ഇതാക്കണം. ചെറിയ പോട്ട് മേടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇത് നമ്മുടെ പയറ് കൃഷി. ഇത് മുളക്. ഇത് നമ്മളെ വീടിൻ്റെ റൂഫ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇത്ര ആയിട്ടുണ്ട്. 2 ദിവസത്തെ പണിയായത്. പണിയൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. വർക്കിൻ്റെ 3ാം ദിവസമായി ഇന്നത്തെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. സ്റ്റെപ്പിൻ്റെ പരിപാടിയാണ് നടക്കുന്നത്. അയ്യോ, പിടുത്തോണ്ടോടെ കയറി വരട്ടോ. പണിക്കാർ കൂടി വരുവാണ് ഇപ്പോൾ. ഇവിടെ പെയിൻ്റ് അടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അത് ആയില്ലല്ലോ, സമയമായില്ലല്ലോ. ഇതെല്ലാം വട്ടയിലല്ലേ പോകത്തോളൂ. മഴ പെയ്യുന്നു, പെയിൻ്റ് അടിക്കുന്നു. സ്റ്റെപ്പ് പണിഞ്ഞോണ്ടിരിക്കുക കയറി ഇറങ്ങാൻ വേണ്ടി. അളവെടുക്കുന്നു, കട്ട് ചെയ്യുന്നു. ഇതാണ് ഇവരുടെ പേര്. അല്ല, വേറെ കാര്യമുണ്ട്. ഇതിൻ്റെ ഫോൺ നമ്പർ എന്താ അടിക്കാൻ ഇതിൽ? ഇതാണ് പെയിൻ്റ് അടി ടീം. ഇത് മഴയത്ത് പ്രത്യേക രീതിയിൽ പെയിൻ്റ് അടിക്കുന്ന ടീമുകളാണ്.
നല്ല പദമുണ്ടല്ലേ. നമ്മൾ പണ്ടടിച്ച പെയിൻറ്റ് വരെ അത് പിടിച്ചു കുറച്ചുകൊണ്ട് വരുന്നു. അത്രയും കട്ടിയുള്ള പെയിൻറ്റ് കളറുണ്ടാണ് ഉണങ്ങിയത് അതിന് മുന്നേ. പിന്നെ അതെ മഴയത്തുള്ള പെയിൻ്റടിയല്ലേ. മഴ പെയ്യുന്നേരം അന്നേരം ഉണങ്ങി. അതാണ് ഞങ്ങളുടെ മൂത്ത മേശിരി. ഇതാണ് മൂത്താശാരി. അത്ര മൂത്തട്ടൊന്നുമില്ല. ഇത് ഇച്ചിരി ഇളയത്. അത് പെയിൻ്റടി മേശിരി. അതിനപ്പുറത്തേക്കുന്ന ആരാ? അത് കണ്ടറാക്ക് വീടിൻ്റെ ഓണർ. ഇതാണ് മെയിൻ ആൾ ഇവിടുത്തെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐസിൽ പെയിൻ്റ് അടിക്കുന്ന ആളാണ്. ഐസ് കട്ടയിൽ പെയിന്റ് തീർന്നാ? ഇതെല്ലാം മുറിച്ച് കളയണമെന്നാണ് ഈ മേശിരിമാർ പറയുന്നത്. ഈ പണിക്കാർ പറയുന്നത് ഇതെല്ലാം മുറിച്ച് കളയുമെന്നാണ് ഗൈസ്. ഗൈസ് ഇവർ മഴക്കാലമായപ്പോഴാണ് പണി തുടങ്ങിയത്. ഇന്നലെ മഴയില്ലാത്തതുകൊണ്ട് ഇന്നലെ പണിഞ്ഞില്ല. അപ്പോൾ ഇന്ന് മഴയായപ്പോഴത്തേക്ക് വീണ്ടും പണിഞ്ഞിട്ടുണ്ട്. ഇതൊരു 800 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. നമ്മൾ 2 ഇഞ്ചിൻ്റെ 4 തൂണ് 4 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി മേളിൽ വെയിറ്റ് കുറച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അത് ജിന്താലാടാ പറഞ്ഞത്. അത് ജിന്താലാ പറഞ്ഞത്. കഴിക്കാൻ കപ്പക്കയും പച്ചവെള്ളവും. നോക്കി എന്തിനാടാ? എന്തിനാ? രണ്ടാമത്തെ അതെങ്ങോട്ടാ ചെടിയാനാ? അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് മറ്റേ തോതെടുത്തില്ല. ആ എന്തുവാ? അതിനകത്ത് കപ്പയ്ക്കയില്ല. കപ്പ അവിടെ ഇപ്പൊ ഉണ്ട്, പക്ഷെ കപ്പയ്ക്കയില്ല അതിനകത്ത്. ഇത് വൈദ്യുതി കുറച്ചുകൊണ്ട് വരുന്നത് കിണുകിണ മഴയാണ്. മഴ കാരണം വീണ്ടും പണി തടസ്സപ്പെട്ടിരിക്കുകയാണ്.
പണിക്കാരെല്ലാം തട്ടുംപുറത്ത് കയറിയിരിക്കുകയാണ്. കനം പോടാ പോകുന്നു. ഇല്ലടാ, ഭയങ്കര കനം പോലെ ഒരുപാടുണ്ടോ അവിടെ? 70. ഇവിടെ അവിടെ അതിന്റെ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്താൽ കളഞ്ഞാൽ അങ്ങനെ സമയം 4 മണിയായിരിക്കുകയാണ്. പണിക്കാർ ഇന്നത്തെ ഉച്ചവർക്കം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വെച്ചിട്ടുണ്ട്. ചായ അച്ചപ്പോ ഒരാൾ അവിടെ നിന്ന് കട്ടൻ അടിക്കാൻ വേണ്ടി തീരുമെന്നുള്ള ആഗ്രഹത്തിൽ ചാടുമെന്നറിയാൻ വയ്യ. ആ പതിയെ വന്നാൽ മതി. ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അളവെല്ലാം കറക്റ്റാ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. ആ അത് ചാടുന്നതേ അടുപ്പി തീയടപ്പുണ്ട്. നീ യൂട്യൂബിൽ ഇടാതെ ഫേസ്ബുക്കിൽ ഇട്ടാൽ ഞാൻ ഒത്തുവരി കണ്ടുപോയത്. അങ്ങനെ കഴുക്കോലൊക്കെ ഒരുവിധം അടിച്ചു വെച്ചേക്കുവാണ്. രണ്ടു ദിവസം കഴിയും. പണി തീരണ്ടേ? പണി തീർന്നാലല്ലേ അപ്ലോഡ് ആവത്തുള്ളൂ. ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോ? നേരെ ഞങ്ങൾ പോട്ടെ. റെക്കോർഡ് ചെയ്തിടാനാ അതെ. പിന്നെ ഇരിയുടെ ആൻസർ എവിടെ?